നമസ്കാരം. ഈ കുഞ്ഞു രക്ഷപ്പെട്ട വീഡിയോ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു നമ്മുടെ സമൂഹം. എന്നാൽ അതേ സമൂഹം തന്നെയാണ് പാലൂട്ടി വളർത്തേണ്ട ആ കുഞ്ഞിന്റെ അമ്മയെ കൊന്നതും. ഫോണിന്റെ ഇത്തിരി ചതുരത്തിൽ എഴുതിക്കൂട്ടിയ മുള്ളുവാക്കുകൾ കൊണ്ട് സമൂഹം ഒരു ജീവനെടുത്തു എന്ന് തന്നെ പറയാം. കൊടിയ സൈബർ ആക്രമണം താങ്ങാനാകാതെ മനം നൊന്ത് ആ അമ്മ ജീവനൊടുക്കി. സൈബർ ആക്രമണത്തിന്റെ ആദ്യ ഇരയല്ല ഇന്നലെ മരിച്ച യുവതി, ഒരുപക്ഷേ അവസാനത്തെ ഇരയുമല്ല. ചുവന്ന വരകൾ നിറഞ്ഞ പ്രോഗ്രസ് കാർഡുമായി സമൂഹം അവളെ വേട്ടയാടിയപ്പോൾ ആ കുഞ്ഞിന് നഷ്ടമായത് അവളുടെ അമ്മയെയാണ്. കുറ്റബോധമില്ലാതെ സൈബർ ന്യായാധിപന്മാർ ഇനിയും ഇത്തരം വിധികൾ എഴുതിവിടും. അത് ഇനിയെങ്കിലും എതിർക്കപ്പെടണ്ടേ? ചർച്ചയിൽ പങ്കെടുക്കുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി, നിരീക്ഷകൻ അർജുൻ മാധവ്, ഒപ്പം സൈക്കോളജിസ്റ്റ് കലാശിപ്പു. സ്വാഗതം അതിഥികൾക്ക് ചർച്ചയിലേക്ക്. നമ്മൾ ആദ്യം തന്നെ സൈക്കോളജിസ്റ്റായ കലാമോഹനിലേക്കാണ് പോകുന്നത്. ശ്രീമതി കലാമോഹൻ, ഈ സൈബർ ആക്രമണത്തിന്റെ ആദ്യ ഇരയല്ല ഇന്നലെ മരിച്ച ആ അമ്മ, ഒരുപക്ഷെ അവസാനത്തെ ഇരയുമല്ല. സൈബർ ന്യായാധിപന്മാർ ഇത്തരത്തിൽ പലതരത്തിൽ നിന്ന് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ നിന്ന് വിധികൾ പടച്ചുവിടുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഇരകൾ ഉണ്ടായേക്കാം. ഇതിനൊരു അവസാനം ഉണ്ടാവേണ്ടതില്ലേ? ഞാനൊക്കെ തന്നെയാണെങ്കിലും ഇതിലൊക്കെ സ്ഥിരമായിട്ട് പോസ്റ്റുകൾ ഇടുന്ന വ്യക്തിയാണ്. ഞാൻ 2007 തൊട്ട് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പം എന്റെ ഒരു പ്രൊഫഷണൽ രംഗത്തില് 2000 ഒരു 10-11 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് അബ്യൂസ്മെന്റ് കേസസ് എന്റെ അടുത്ത് വരികയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വാദിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് എന്നെ കൊണ്ടാവുന്നവർക്കും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻസ് വരുമ്പോൾ ഞാനത് FB-യിൽ എപ്പോഴൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ആദ്യമൊക്കെ ഓൺലൈൻ മീഡിയ എടുക്കുമ്പോൾ ഞാനത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഓൺലൈൻ മീഡിയ എടുക്കുന്നതല്ല, അവരതിന്റെ തലക്കെട്ടൊക്കെ മാറ്റിക്കളയും. അവസാനം വരുമ്പോൾ അതങ്ങനെ വായിച്ചു വരുമ്പോൾ അത് ഞാൻ എന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇത് പോസ്റ്റ് ചെയ്തെന്നുള്ളത് മാറ്റിയിട്ട് ഏതോ ഒരു സ്ത്രീ, അത് ഞാൻ എന്റെ കഥ പറയുകയാണ്, ഞാൻ ഒരു വാദിയായ പെൺകുട്ടിക്ക് വേണ്ടി നിന്ന് ആ ഒരു ഇതിനെ ഫാക്ട്സിനെ മാറ്റി മറിച്ചിട്ട് എന്റെ പടം വെച്ചിട്ട് എന്റെ കഥയായിട്ട് എടുത്ത് ഇട്ടാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ എപ്പോഴും ഏത് പോസ്റ്റ് ഇട്ടാലും ഓൺലൈൻ മീഡിയ എടുക്കരുത് എന്ന് എഴുതും. ഓൺലൈൻ മീഡിയ എടുക്കരുത് എന്ന് എഴുതിയാൽ പോലും പലരും അത് പോസ്റ്റ് കട്ട് ചെയ്യും, ഷെയർ ചെയ്യല്ല ചെയ്യുന്നത്, പേസ്റ്റ് ചെയ്യും, കോപ്പി പേസ്റ്റ് ചെയ്ത് അവരുടെ വാളിനകത്ത് എടുത്തിട്ടിട്ട് പിന്നെ അതിന്റെ താഴെ വേറെ. അപ്പം അതിനകത്തിൽ വരുന്ന കമന്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ നമുക്ക് ഒട്ടും ഒരു മനുഷ്യനാണ്, മനുഷ്യനെ പറ്റിയിട്ട് ഇത്രയും നമ്മള് ഓരോ മനുഷ്യനും വളരെ ഏത് തരത്തിൽ സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണ്. അപ്പൊ എനിക്ക് ഈ തരത്തിലുള്ള സൈബർ കമന്റ്സ് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതിന് എന്റെ പോസ്റ്റ് എടുക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഓൺലൈൻ മീഡിയക്കാരാണ് പലപ്പോഴും ഞാൻ ഒരുപാട് വളരെയധികം സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്, എന്റേത് എടുക്കരുത്. അപ്പൊ അവര് പറയും ഇത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടും. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് പബ്ലിസിറ്റി വേണ്ട, എനിക്ക് എന്റെ FB കിടക്കുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന വായനയും പബ്ലിസിറ്റിയും മതി. കാരണം ഈ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് താഴെ വരുന്ന ഇത്രയും അശ്ലീലകരമായിട്ടുള്ള കമന്റ്സ് ഞാൻ എന്തിനാ ഫേസ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ കാണണ്ട, ശരി ഓക്കെ നമ്മൾ വിട്ടേക്കാം, നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം. പക്ഷെ നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് കാണാതെ പോവാൻ മറ്റുള്ളവർ സമ്മതിക്കത്തില്ല. നമുക്കപ്പോ കോള് വരികയാണ്, നീ കണ്ടോ, നീ ആയിട്ട് ആ പോസ്റ്റിന് താഴെ ഇങ്ങനൊരു സംഭവം ഉണ്ട് കണ്ടോ. അങ്ങനെ അത് വേറൊരു വൈകല്യം, വേറൊരു തരം മാനസിക പ്രശ്നമാണ്. നമ്മുടെ ഏറ്റവും അടുത്തത് നമ്മൾ വിചാരിക്കുന്ന ആളുകളായിരിക്കും നമ്മളെ അത് കാണിച്ചു തരുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ, നിന്റെ വീട്ടിലിരിക്കുന്നവര് വരെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് ആ ഒരു ഇത് ഫേസ് ചെയ്യാൻ നിസ്സാര കാര്യമല്ലത്. നമുക്കത് നമ്മൾ ഇനി എന്ത് വലിയ പ്രൊഫഷണലിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ ഇത് ഫേസ് ചെയ്യാന്ന് വളരെ നിസ്സാര കാര്യം. ഇതിനൊക്കെ വേണ്ടുന്ന നിയമങ്ങൾ, ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് നമുക്ക് നിയമങ്ങൾ വരണം. അങ്ങനെ തോന്നുകണക്ക് എടുത്തിട്ട് നമ്മുടെ അവകാശമാണ്. ഫേസ്ബുക്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുന്നത് നമ്മുടെ അവകാശമാണ്. പക്ഷെ അതിനെ വളച്ചൊടിച്ചിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കിട്ടുമ്പോഴത്തേക്ക് അതിനെതിരെ താഴെ ഇങ്ങനെ വൾഗറായിട്ടുള്ള കമന്റ്സ് ഇടാന്ന് പറയുന്നത് അതിന് ഒന്ന് എന്താ പറയാ ഒന്ന് തടയിടേണ്ടത് അനിവാര്യമായിട്ടിരിക്കുകയാണ്. തീർച്ചയായും
ശ്രീ അർജുൻ മാധവൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ കലാശിബു മാം പറയുകയുണ്ടായി താനൊരു സൈക്കോളജിസ്റ്റ് ആണ്, എന്നിട്ട് പോലും തനിക്ക് പോലും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ എങ്ങനെ നേരിടണമെന്ന്, അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും തളർന്നു പോയിട്ടുണ്ട് എന്ന് ഒരു സൈക്കോളജിസ്റ്റ് പോലും പറയുന്ന ഘട്ടത്തിലാണ് അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ സൈബർ ന്യായാധിപന്മാർ ഇത്തരത്തിൽ വിധികൾ എഴുതുന്നത് എന്നാണ്. കലാമാമിനാണ് കുറച്ചും കൂടി ആധികാരികമായി ഈ വിഷയത്തിൽ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുക. കാരണം മാം കുറെ ഇങ്ങനെയുള്ള കേസുകൾ കണ്ടിട്ടുണ്ടാവും. മാമിനാണ് കുറച്ചുകൂടി ആധികാരികമായിട്ട് ഈ വിഷയം പറയാൻ പറ്റുക. ഞാൻ ആക്ച്വലി മാമിന് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി കൂടിയാണ് ചർച്ചയിൽ വരാന്ന് വിചാരിച്ചത്. ഇത് 2014 ശേഷം നമുക്ക് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട്. ഒരു ഇന്റർനെറ്റ് വലിയ രീതിയിൽ വ്യാപിച്ചു. അപ്പം എല്ലാ ആളുകൾക്കും ഇത് ആക്സസിബിൾ ആകുമ്പോൾ, നമ്മളിപ്പോ കേരളം മാത്രം എടുത്തു നോക്കിയാൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം എടുത്തു കഴിഞ്ഞാൽ 138 കോടി ജനങ്ങളുടെ അടുത്ത്. അപ്പൊ ഈ ആൾക്കാർക്ക് കൂടുതൽ ആക്സസ് കിട്ടിയപ്പോ തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു അവയർനെസ് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര കുറവാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് അറിയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഫേസിൽ എങ്ങനെ നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണണം, അതിനോടൊപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെ എങ്ങനെ നമ്മൾ തരണം ചെയ്യണം എന്നുള്ളതിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് വലിയ അവബോധം ഒരുപക്ഷെ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരുപാട് ആളുകൾക്ക് ആക്സസ് ഉള്ളപ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ പബ്ലിക്കായിട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റുകളെയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിനോ നമുക്ക് പിന്നീട് യാതൊരു കൺട്രോളും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നാണ് ഒരു പക്ഷേ നമ്മുടെ ആൾക്കാർ പഠിക്കേണ്ടത്. അതിന്റെ അപ്പുറത്ത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടു എന്ന് വിചാരിക്കാം. അതിന് താഴെ വരുന്ന കമന്റുകളെ ദൗർഭാഗ്യവശാൽ എനിക്ക് ഡിലീറ്റ് ചെയ്യാന്നല്ലാതെ ആ പറയുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കമന്റുകൾ വരാം. അങ്ങനെ നിരവധി ആസ്പെക്ട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഈ സൈബർ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള നിയമവും ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലത്ര ശക്തമൊന്നും അല്ല. ഒരു സൈബർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ പോലും ഇന്ന് സൈബർ കേസ് ഒരു കോമഡി ആയിട്ടാണ് ദൗർഭാഗ്യവശാൽ എടുക്കുന്നത്. അത് നമുക്ക് നോക്കിയറിയാം. സൈബർ കേസുമായിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ കയറി ചെന്നാൽ നമ്മുടെ നാട്ടിലെ പോലീസുകാർ ഇപ്പൊ ഈ വിഷയം സംഭവിച്ചതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഇതാ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. ഈ വ്യക്തിക്ക് ആദ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോ ആരൊക്കെ ഇവരുടെ കൂടെ നിന്നു? ഈ വാർത്തയിലെ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ എത്ര പേര് ഈ സ്ത്രീയുടെ കൂടെ നിന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇതിന്റെ അവബോധം ഭയങ്കര കുറവാണ്. കാരണം നമുക്കൊരു ട്രോമ വന്നു കഴിഞ്ഞാൽ ഒരു തെറാപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് എന്താ അറിയില്ല. ഇത്രയും നമ്മൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഒരു തെറാപ്പി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വെൻ യു ആർ നോട്ട് മെന്റലി ഓക്കെ, ടേക്ക് എ തെറാപ്പി, ഇറ്റ്സ് ഓക്കെ. അത് നമ്മൾ ആൾക്കാരെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാരോട് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും തെറാപ്പീസ് എടുക്കാൻ ആളുകൾ തയ്യാറാവുകയും വേണം. നേരെ മറിച്ച് ഈ വിഷയത്തിൽ ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കുറെ കമന്റുകളൊക്കെ വന്നപ്പോൾ ഈ സ്ത്രീയുടെ വളരെ അടുത്ത ആളുകൾ പോലും ഒരുപക്ഷെ ഇവരെ കുറ്റപ്പെടുത്തി എന്നിരിക്കാം. അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇവർ ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ ഒരു കാരണവശാലും കരുതുന്നില്ല. അവരുടെ സോഷ്യൽ സർക്കംസ്റ്റാൻസ് ആണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്. സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നു എന്നുള്ളത് ഞാൻ സമ്മതിക്കാം. അതിനുശേഷം ഒരുപക്ഷെ അവർക്കുണ്ടായിട്ടുള്ള ട്രോമ, അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുന്ന പേഴ്സണലി ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ സിംഗിൾ മമ്മാണ്. അപ്പൊ ഞാനും എന്റെ മോളും എന്റെ നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് വന്ന് ജീവിതം ആരംഭിച്ച സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റ് മിക്കവാറും എല്ലാ ഓൺലൈൻ മീഡിയയും എടുത്തിട്ട് തലക്കെട്ടൊക്കെ മാറ്റി എടുത്തിട്ട് അലക്കുകയാണ്. അപ്പൊ അതിന്റെ താഴെ ഇങ്ങനെ ഇവര് അങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെയോ ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരു കമന്റ്സും വായിക്കാതെ വിടാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ അതിന്റെ താഴെ ഒരു കമന്റ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. കാരണം ആ പേര് അവര് എഴുതിയിരിക്കുകയാണ്. അവര് ശരിക്കും സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല. അവര് ഇങ്ങനെ രാത്രിക്ക് രാമായണ കുട്ടീനെ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവര് ശരിക്കും സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല കേട്ടോ എന്ന് ആരടുത്തോ പറഞ്ഞിരിക്കുക. ആ പേര് ഞാൻ നോക്കിയപ്പോ ഈ കുട്ടി എന്റെ കൂടെ പണ്ട് ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മോളുടെ സ്കൂളിൽ അവളെ KG ക്ലാസ്സിൽ പോകുമ്പോ ഈ കുട്ടി അതിന്റെ കുട്ടികളുമായിട്ട് അവിടെ വന്നു. അന്ന് ഞങ്ങൾ പരിചയം പുതുക്കിയതാണ്. ഞങ്ങൾ തമ്മിൽ ഒരു ശത്രുതയില്ല, ഒന്നുമില്ല. സ്നേഹം മാത്രം. കാണുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഷോക്കായി. ഞാൻ വിട്ടില്ല.
ഞാൻ വിട്ടില്ല. ഞാൻ എന്നിട്ട് അപ്പൊ ഇതിന് ഞങ്ങളിങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ എന്നിട്ട് എന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും നിങ്ങളോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ആ കമന്റ്സ് ഇടാൻ? ഈ കുട്ടിയുടെ അധ്യാപികയാണ്. ഞങ്ങൾ ഒന്നിച്ച് 80, 90 അല്ല എനിക്കും അതിനും 20s ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാണുന്നത് മക്കളെ സ്കൂളിൽ ആക്കിയ സമയത്താണ്. അന്നും ഓടി വന്ന് ഹഗ് ചെയ്ത ഒരാളാണ്. പിന്നെ കാണുന്നത് ഈ കമന്റ്സിലാണ്. എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഒട്ടും എന്റെ അടുത്ത് ശത്രുത ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്ന ആളുകള് എന്തിനാണ് ആ കമന്റ്സ് അവിടെ ഇടുന്നത്? അപ്പൊ അതിൽ വേറൊരു ഇത് എനിക്കിപ്പോ മനസ്സിലാച്ചാ, പുള്ളിക്കാരി ഫോൺ എടുത്തിട്ട് കുറെ നേരം മിണ്ടാണ്ടിരുന്നിട്ട് പറ്റിപ്പോയി. അതായത് പുള്ളിക്കാരിക്കും അറിയില്ല ഈ കമന്റ്സ് ഇട്ടാ എത്ര പേര് കാണുന്നു. ഉള്ളിൽ ആ ഒരു വികാരം അങ്ങ് എടുത്ത് വെച്ചതാണ്. അതായത് പുള്ളിക്കാരി, ഞാൻ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ, പുള്ളിക്കാരി അന്ന് കണ്ട ആള് പിന്നെ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു ഓൺലൈൻ കോഴ്സ് കാണുമ്പോ ഞാൻ എഴുതിയിരിക്കുന്നത് എന്റെ ട്രോമയാണെന്നും ഞാൻ സങ്കടാവസ്ഥയിലാണെന്നും അല്ല അവിടെ മനസ്സിൽ വന്നത്. അന്ന് കണ്ട ആള് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇപ്പോ അതിന്റെ ഒരു പോസ്റ്റ് സാമൂഹ്യ FBയിലാട്ടെ ഓൺലൈൻ മീഡിയയിലാട്ടെ ചർച്ചയാവുന്നു. ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ശത്രു ആവണമെന്നില്ല, നമുക്ക് പരിചയമുള്ള ഒരാളായാൽ മതി. ആ ആൾക്ക് നമുക്ക് ലഭിക്കാത്ത എന്തെങ്കിലും കിട്ടുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ സംഭവമാണ് അവിടെ റിഫ്ലക്ട് ചെയ്തത്. പക്ഷെ എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു. ശ്രീമതി കല, ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ സൈബർ ഇടത്തിൽ നിൽക്കുന്നവരെല്ലാം ചാഞ്ഞ മരമാണ്, ആർക്കും വേണമെങ്കിലും ഓടിക്കയറാം എന്നതിലേക്ക് തന്നെയാണോ ഇപ്പോഴത്തെ ഈ ഒരു സൈബർ യുഗം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം അല്ലെ, ആ സൈബർ യുഗം പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ തെളിവായിരിക്കാം ഒരു പക്ഷേ ഇന്നലെ ജീവനൊടുക്കിയ അമ്മയും. ശ്രീമതി കല, കേൾക്കാമോ? കേൾക്കാം. അല്ല, ഞാൻ പറയുകയായിരുന്നു, സൈബർ ഇടത്തിൽ നിൽക്കുന്നവരെല്ലാവരും ചാഞ്ഞ മരമാണ്, ആർക്ക് വേണമെങ്കിലും ഓടിക്കയറാം, എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, എന്ത് വേണമെങ്കിലും കമന്റ് ഇടാം എന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ സൈബർ യുഗം മാറിയെന്ന്. മനുഷ്യന്റെ മനസ്സിന് പല അവസ്ഥകളുണ്ട്. നമ്മള് പലതരം, നമ്മളുടെ മനസ്സിന് പല അറകളുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒളിഞ്ഞിരിക്കുന്ന വൈകൃതങ്ങള്, നമ്മളിനി എത്ര വലിയ പുറമെ എത്ര വലിയ ഇമേജ് ഉള്ള ആളുകളാണെങ്കിലും നമ്മുടെ ഉള്ളിലെ വൈകല്യങ്ങള് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഇത്തരം സൈബർ സ്പേസുകൾക്ക് അവിടെ പറ്റുന്നുണ്ട്. കാരണം ഫേക്ക് ഐഡീസ് ഉണ്ടാക്കാം. നമ്മൾ ആ ഫേക്ക് ഐഡിയുടെ പുറകെ പോകുമ്പോൾ അത് ആരാന്ന് അറിയുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാവാറുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ഡ് ആയിട്ടുണ്ട്. അതിന് പിന്നാലെ പോയപ്പോഴും എനിക്ക് ഇതുപോലെ കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, ഒരിക്കലും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സൈബർ സെൽ എന്ന് പറഞ്ഞത് ഒരുപാട് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരുപാട് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർ നിറഞ്ഞൊരു സ്ഥലമാണ് സൈബർ സെൽ. പക്ഷെ അവർക്ക് പരിമിതികളേ ഉള്ളൂ. അത് സൈബർ സെല്ലിൽ, സൈബർ ഇടത്തില് ഒരു പ്രശ്നം വരുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും. അങ്ങനെ പരിമിതികൾ ഉണ്ട് എങ്കിൽ, കാരണം ഇത്രമാത്രം സംഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നിരവധി സൈബർ കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ, അത്തരത്തിലുള്ള മിടുക്കന്മാരായ ഈ സൈബർ ഇടത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ നമ്മുടെ നിയമങ്ങളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചില്ലേ? അതെ, കാരണം ഞാൻ വ്യക്തിപരമായിട്ട് എന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയപ്പോഴേ ഞാന് അവിടെ ചെന്നതും അവരുടെ ആ ഒരു, നമ്മൾക്ക് വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ്, വളരെയധികം അവർ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്, അവർ വളരെ മിടുക്കരാണ്, IQ ലെവൽ ഹൈ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷെ അവർക്ക് പരിമിതികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തിനും ഏതിനും പരിമിതിയാണ്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സാധാരണക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല? അപ്പൊ സാധാരണക്കാരെന്നൊരു സംഭവം അല്ല അത്, അവരുടെ പരിമിതികളാണ് അവരെ തടയിടുന്നത്. അതൊക്കെ ഒന്ന് മാറ്റണം, ഈ നിയമങ്ങൾ മാറ്റിയില്ലേ. കാരണം ഇത് ഇനി മുന്നോട്ട് ഒരുപാട് ട്രാജഡീസ് സംഭവിക്കത്തില്ലേ? ഇപ്പം ഞാനൊക്കെ ഇത്രയും പ്രശ്നങ്ങളാണ്, പലവട്ടം ഇങ്ങനെയുള്ള അറ്റാക്കിൽ വീണിട്ടുണ്ടെങ്കിലും നമ്മൾ ഞാൻ എഴുന്നേക്കും. എത്ര പേർക്ക് എഴുന്നേക്കാൻ പറ്റും? എഴുന്നേക്കാൻ പറ്റാത്ത ഒരാളാണ് ഇപ്പൊ സൂയിസൈഡ് ചെയ്തത്. ഇതിന്റെ അറ്റം വരെ നമ്മൾ ചെന്നെത്തിയിട്ടുണ്ട്. പല സമയത്തും ഇങ്ങനെയുള്ള അറ്റാക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെന്നെത്തും. സൈക്കോളജിസ്റ്റ് ഒന്നും പറഞ്ഞ കാര്യമില്ല, എല്ലാവരും മനുഷ്യന്മാരാണ്. അതിനടിയിൽ വരുന്ന കമന്റ്സ് ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നൊന്നും അല്ല. അതുകൊണ്ടാണ് എനിക്ക് പബ്ലിസിറ്റി വേണ്ട, ഞാൻ എന്റെ പോസ്റ്റ് ഒരാൾ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ വീഡിയോ ഇടുമ്പോ ഈ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടു. അതായത് വയസ്സിന് മൂത്ത സ്ത്രീകളോട് ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന കഷ്ടം പറ്റിയ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതിനെ ഏത് ലെവലിൽ അലക്കിന്ന് അറിയാമോ? അത് എടുക്കരുതെന്ന് പറഞ്ഞാലും
കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. ഉം. അത് അവർക്ക് ആ ഇടുമ്പോ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ ആ പേസ്റ്റ് ചെയ്യുന്നതല്ല, അവർക്ക് ഉറപ്പുണ്ട് അതിന് താഴെ വരുന്ന കമന്റ്സ് ആണ് അവരുടെ ലക്ഷ്യം. തീർച്ചയായും അത് കണ്ട് ആസ്വദിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. ശരി. തീർച്ചയായും. ഇപ്പോൾ അർജുൻ, ഇപ്പോൾ ശ്രീമതി കല ഒരു സൈക്കോളജിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നേരിട്ട ഒരാൾ കൂടിയാണ് എന്നതാണ് അവർ പറയുന്നതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അർജുൻ, പ്രധാനമായും ഇപ്പോൾ മറ്റുള്ളവരെ, പ്രധാനമായും സ്ത്രീകളെയാണ് ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്? അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്ന സൈബർ ഇടങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു, അതിൽ വലിയൊരു ആശങ്ക തന്നെയുണ്ട്. അത് തന്നെയല്ല ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലും ഇരകളാകുന്നത് സ്ത്രീകളല്ലേ അവിടെ? തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, പണ്ട് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കുറെ കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. അവിടെ ആൾക്കാരുടെ മെന്റാലിറ്റി തന്നെയാണ് പ്രശ്നം. സോഷ്യൽ മീഡിയ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ഈ ആക്സസ് വന്നപ്പോഴും മാറിയില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ സൈബർ അബ്യൂസിനെ കുറിച്ച് ഒരു അവബോധമോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന കേസുകളോട് ഒരു റെസ്പെക്റ്റോ നമ്മുടെ നിയമ സംവിധാനത്തിലൊന്നും പൊതുവിലില്ല. കാരണം സൈബർ അബ്യൂസിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് അല്ല. അതൊരു കമന്റ് ഇട്ടതല്ലേ മാഡം, അതെന്തിനാ കേസാക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെയൊക്കെ പുറകെ പോകാൻ ഒരുപാട് സമയം വേണമെന്നാണ് കംപ്ലൈന്റുമായിട്ട് സ്റ്റേഷനിലേക്ക് നിങ്ങളൊന്ന് കയറിപ്പോയി നോക്കിയാൽ മതി. ഇപ്പൊ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാള് എന്നെ ഇന്നേ ഈ പറയുന്ന പ്രൊഫൈലിന്റെ ഐഡിയിൽ നിന്നും ഇങ്ങനെ കമന്റ് ഇട്ട് അധിക്ഷേപിച്ചു ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, മാം അതൊക്കെ ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യമുണ്ടോ, അതങ്ങ് വിട്ട് കളഞ്ഞാൽ പോരെ എന്ന് പറയുന്ന പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് സോഷ്യൽ സ്ട്രക്ചറിന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. സൈബർ ഇടമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ കുറ്റം പറയേണ്ടതല്ല. ആൾക്കാരുടെ ഒരു പൊതുവിലുള്ള മെന്റാലിറ്റി ഉണ്ട്. നമ്മൾക്ക് ആക്സസ് കിട്ടിയപ്പോൾ നമുക്ക് വേറെ പലതും സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തമായിട്ടില്ല, അതിനെക്കുറിച്ച് അവബോധമില്ല, അതെങ്ങനെ ഉപയോഗിക്കാം. ഈ മ്യൂച്വൽ റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന സാധനം സോഷ്യലി ഒരു ചേഞ്ച് ഉണ്ടായതിനു ശേഷം ആൾക്കാർക്ക് വരേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമുക്ക് അങ്ങനെ ഈ സൈബർ റെസ്പെക്ട് ഒന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. കാരണം എന്താ പറയാ, നമുക്ക് ഒരു ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഈ സോഷ്യൽ മീഡിയ വന്ന കാലഘട്ടം നമ്മൾ നോക്കണം. അപ്പം സോഷ്യൽ മീഡിയയിലേക്ക് എന്താ പറയാ, അതിലേക്ക് ഈ പറയുന്ന പോലെ അതിൽ ഒരുപക്ഷെ ഇതുവരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ലാത്ത ജനറേഷൻസ് പോലും പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഒരു പരിധി വരെയൊക്കെ ഈ സോഷ്യൽ മീഡിയ അവബോധം എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. പക്ഷെ ഒരു 2 ജനറേഷൻ പുറകോട്ട് എടുത്താൽ, 1 ജനറേഷൻ പുറകോട്ട് എടുത്താൽ ഇത് ടോട്ടലി ന്യൂ ആണ് ഈ ടെക്നോളജി. സോ അതുകൊണ്ട് തന്നെ അവരെ മൊത്തത്തിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോ ഇതൊക്കെ ചർച്ച ചെയ്യുമെങ്കിലും നാളെ ഇപ്പോ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു പ്രശ്നം ഈ പറയുന്ന നമുക്ക് അറിയാവുന്ന ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ അവരെ കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്, എത്രയാൾ അവരോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചോദ്യമാണ്. നമ്മൾ സോഷ്യലി ഒന്നും തന്നെ നമ്മുടെ ആൾക്കാര് ഈ പറയുന്ന ഈ രീതിയിലുള്ള ഒരു കൺസേണും ഇങ്ങനെയുള്ള വിക്ടിംസിനോട് എന്താ പറയാ ആ രീതിയിൽ ചോദിക്കാൻ നമ്മളാരും തയ്യാറില്ല. എത്ര പേര് അവർ കേൾക്കുന്നുണ്ട്, എത്ര പേര് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ദുരന്തം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം നമ്മൾ വളരെ കംഫർട്ടബിളി നിന്നിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കുഴപ്പമാണ്. സോഷ്യൽ മീഡിയയുടെ കുഴപ്പമല്ല, സൊസൈറ്റിയുടെ കുഴപ്പമാണ്. അർജുൻ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു കമന്റ് അല്ലേ എന്നൊരു പോലീസുകാരൻ മറുപടി പറയും ഇപ്പോൾ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മുടെ അനാവശ്യ സൈബർ ഇടപെടലുകളെ ഒന്നും നിയന്ത്രിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോൾ പോരാ, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണോ? വിചാരിച്ചാൽ സാധിക്കാണ്ടൊന്നുമില്ല. സൈബർ സെല്ലൊക്കെ വിചാരിച്ചാൽ ഇന്ന് എന്തും ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഗൗരവകരമായി എടുക്കണ്ടേ? ഈ സൈബർ അബ്യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണെന്നും അത് ഏതൊരു വ്യക്തിക്ക് നേരെ ഒരു കമന്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഏത് രീതിയിൽ വന്നാലും, ഒരു മെസ്സേജിന്റെ രൂപത്തിൽ വന്നാലും, അതൊരു ഫേക്ക് ഐഡി എന്ന് വന്നാലും അതൊരു പ്രശ്നമാണ് എന്ന് ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ തിരിച്ചറിഞ്ഞാലേ അവർ അതിനു വേണ്ടി പുറകെ നടന്ന് എന്താ പറയാ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുള്ളൂ. പോലീസുകാർ പൊതുവിൽ, ഞാൻ ഇപ്പൊ എന്റെ പല ഫ്രണ്ട്സും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാർ സ്റ്റേഷനുകളിൽ പോകുമ്പോൾ, മാഡം ഇത് വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ വലിയ കേസൊക്കെ ഡീൽ ചെയ്യാനുണ്ട്, ഒരു കമന്റ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ വന്നത് ഒരു പ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അത് അവരുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ സൈബർ ക്രൈം എന്ന് പറയുന്നത്
ഈ കമന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊരു സൈബർ ക്രൈമായിട്ട് കാണാൻ നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ എത്രമാത്രം വകുപ്പുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അപ്പോ നമ്മളിത് വളരെ ലൂസ്ലി ആണ് എടുക്കുന്നത്. നമ്മുടെ ലീഗൽ സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ഇതിനെ ഗൗരവപരമായി എടുക്കുന്നതേ ഇല്ല. അതാണ് അതിന്റെ വസ്തുത. തീർച്ചയായും. ശ്രീമതി കല, ഈ സ്ത്രീകളെ ഇത്തരം ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമാക്കാൻ ഒരു പ്രത്യേക താല്പര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്, സൈബർ ഇടങ്ങൾക്കുണ്ട്, സൈബർ ന്യായാധിപന്മാർക്കുണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയ സൈബർ ആക്രമണങ്ങൾ നേരിട്ട ഒരാളെന്ന നിലയിൽ. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ കെൽസയുടെ പാനലില് സോഷ്യൽ വർക്കറായിട്ട് ഇരുന്ന ഒരാളാണ്. ഞാൻ സൊസൈറ്റിയിൽ എന്നെ കൊണ്ടാവുന്ന വിധം കേസുകൾ വരുമ്പോ സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ അല്ലാതെ കുറച്ചും കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പറ്റാറില്ല പലപ്പോഴും, പല എന്നാലും ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതിനകത്തില് ഒരു നമ്മളെ പറഞ്ഞില്ലേ സൈബർ ഇടത്തില് സ്ത്രീ എന്നുള്ള ലെവൽ മാത്രമാണ് കാണുന്നത്. നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് വിലക്കുകളുണ്ട്. ചില കേസുകൾ എഴുതുമ്പോ നമ്മള് ചില കാര്യങ്ങൾ നമ്മള് 2-3 കേസിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. നമ്മള് അതിനെന്താ മനുഷ്യരല്ലേ, എല്ലാരും ബേസിക്കലി ഹ്യൂമൻസ് അല്ലേ എന്നൊരു ലെവലില് പറയുമ്പോഴത്തേക്ക് എടുത്തിട്ടങ്ങ് അലക്കും നമ്മളെ. ആ പറഞ്ഞില്ലേ ഞാൻ പോസ്റ്റ് ഓൺലൈൻ മീഡിയ എടുക്കരുത് എന്ന് പറയുന്നതുകൊണ്ട് അവര് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറെ ആളുകൾ എടുത്തിട്ട് അവർക്ക് പറയാനുള്ള തെറി മുഴുവൻ അതിനകത്ത് എഴുതും. അപ്പം ചിലപ്പോ അവർക്ക് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും. ഞാൻ എപ്പോഴും പറയും എന്നെ സംബന്ധിച്ചോളം മനുഷ്യന്റെ മനസ്സ്, ഹ്യൂമൻ മൈൻഡ്സ്, അങ്ങനെ മാത്രമാണ് ഞാൻ ഓരോ കേസിലും. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എനിക്കും പാളിച്ചകളുണ്ട്. എന്നാലും എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാൻ അതിനെ അസസ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആർക്കെങ്കിലും ഗുണം ചെയ്യട്ടെ എന്ന് വിധത്തിൽ ഞാൻ ചെയ്യുന്നു. പക്ഷെ അത് ആർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അവരത് വെച്ചേക്കുമല്ല ചെയ്യുന്നത്. അത് നമ്മളെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ആ ഒരു എന്താണ് പ്രൊഫഷൻ എന്നുള്ളത് അവിടെ ചിന്ത വരുന്നില്ല. എന്റെ പ്രൊഫഷനെ പറ്റി ബോധേഡല്ല. പോട്ടെ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ FB ചെയ്യാറുണ്ട് കുറെയൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതിനകത്ത് വളരെ അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം ഒരു ആത്മഹത്യ അല്ല ഒരു പ്രശ്നം വരുമ്പം അതിന്റെ പ്രതിവിധി. നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ എന്ത് വന്നാലും തളരാതെ മുന്നോട്ട് തീർച്ചയായും ആത്മഹത്യ അത് ഒന്നിനും ഒരു പരിഹാരമല്ല. ശ്രീമതി കല, അപ്പോൾ പോലും പക്ഷെ ഒരു സാധാരണക്കാരിയായ അമ്മയാണ് തമിഴ്നാട്ടിൽ ആത്മഹത്യ ചെയ്തത്. സാധാരണക്കാരിയാണ്, ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറോ ഒന്നുമല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഇത്രമാത്രം, അതും ഒരു മുഴം കയറിൽ തന്റെ ജീവൻ ഒടുക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഒരു മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ആ അമ്മ അതിനു മുൻപ്, ആ ജീവൻ ഒടുക്കുന്നതിന് മുൻപ് കടന്നു പോയിട്ടുണ്ടാകും. ഒരു പക്ഷേ ഒരു ഇടവേളയെങ്കിലും ആ ഒരു സൈബർ ആക്രമണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവരിന്ന് ജീവിച്ച് ഇരിക്കുമായിരിക്കും. അതെ, അതെ ഞാൻ പറഞ്ഞത്. അത് സ്ത്രീ എന്നതില് അവിടെ വീട്ടമ്മയെന്നോ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊന്നും ഒരു വ്യത്യാസമില്ല. അവിടെ ഒരു സ്ത്രീ അത്രേ ഉള്ളൂ. അവർക്കെതിരെ ഒരു സൈബർ ആക്രമണത്തിന് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആരും വെറുതെ ഇരിക്കത്തില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടുന്നതില് സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു ആരും കണ്ടിട്ടില്ല. സൈക്കോളജിസ്റ്റ് എന്ന നിലയിലല്ല എന്റെ പോസ്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എന്റെ പോസ്റ്റ് എടുത്തിട്ട് എന്നെ ഹറാസ് ചെയ്തിട്ടുള്ളത് മുഴുവൻ വെറും ഒരു സ്ത്രീ ആയിട്ട് മാത്രമാണ്. ഞാനും അതുകൊണ്ട് ആ തരത്തിൽ അതേ വേദനയാണ് എനിക്കും വന്നിട്ടുള്ളത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അവിടെ ഇപ്പൊ ഡോക്ടറോ എഞ്ചിനീയറോ അതൊന്നും വിഷയമല്ല. ഒരു സ്ത്രീ അവളുടെ നിലപാടുകൾ പറയുന്നു. അതിനകത്തില് അതായത് നമ്മൾ ചില കാര്യങ്ങൾ വലിയതായിട്ട് കപട സദാചാരം കലർത്തി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനപ്പം നമ്മൾ ചിലപ്പോൾ പറയും, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, അതിനെന്താ സാധാരണ മനുഷ്യന്മാരല്ലേ, അവർക്ക് തെറ്റുപറ്റും, അതങ്ങനെ ആയിക്കോട്ടെ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മതി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അവള് പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലോ അത്ഭുതം, അവള് പിന്നെ അങ്ങനെയാണല്ലോ ഇങ്ങനെ. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്ന പ്രോഗ്രാം ഒന്ന് ഇട്ട് നോക്ക്, അതിന് താഴെ വരും കമന്റ്സ്. ഇവള് പറയും, ഇവള് അങ്ങനെയാണ്, ഇവള് ഇങ്ങനെയാണ്, ഇവള് അങ്ങനെ വരും കമന്റ്സ്. അതൊന്നും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ? ഇതുകൊണ്ടാണ് ഞാൻ എന്ത് നമുക്ക് നല്ലതാണ്. എന്റെ പ്രൊഫഷൻ, പ്രത്യേകിച്ച് ഫ്രീലാൻസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് നല്ലതാണ് പബ്ലിസിറ്റി. എന്നിട്ടും ഞാൻ റെസ്ട്രിക്ട് ചെയ്യാണ്. ഒരു സൈക്കോളജിസ്റ്റ് നിലയിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചോളട്ടെ. അങ്ങനെ അത്തരത്തിലുള്ള ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കമന്റുകൾ വരികയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ താങ്കൾ എന്താണ് ചെയ്യാറ്? കാരണം ഒരുപക്ഷെ ആ ഒരു ഉത്തരം ഒരുപാട് അമ്മമാർക്ക്, ഒരുപാട് സ്ത്രീകൾക്ക്, ഒരുപാട് സൈബർ ആക്രമണം നേരിടുന്ന ആളുകൾക്ക് വലിയ സഹായമായിരിക്കാം. എന്താ
അല്ല, ഇത്തരത്തിലുള്ള കമന്റുകൾ, അധിക്ഷേപങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ എന്താണ് മാഡം ചെയ്യാറ്? കാരണം അതിനുള്ള ഉത്തരം ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഉപകാരമായിരിക്കും. ഇഗ്നോർ ചെയ്യുകയാണെന്നുള്ളതാണ്. കാരണം അങ്ങനെ നെഗറ്റീവായിട്ട് എന്റെ അടുത്ത് വരുന്ന ആളുകളെ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. പിന്നെ എന്നെ അതിനകത്തിന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ എന്റെ പിള്ളേരാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള കമന്റ് വരുമ്പോൾ ഞാൻ കുറച്ച് പേടിച്ചിട്ടായിരിക്കും ചെല്ലുന്നത്. ദൈവമേ, എന്റെ മക്കൾ, എന്റെ കുട്ടികൾ എങ്ങനെ അത് കണ്ടിട്ടുണ്ടോ? പക്ഷെ എന്റെ പിള്ളേരെ, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ഈ 40s ആളുകൾക്കും 50s ആളുകൾക്കൊക്കെയാണ് ഇത് ഭയങ്കര ഹരം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, ഇപ്പോഴത്തെ 20s നിൽക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും വലിയ ഇതില്ല. അവര് നമ്മൾ പിടിച്ചുയർത്തും. എന്റെ മകൾ ഉൾപ്പെടെയുള്ള ജനറേഷൻ, എന്റെ മകൾ 21 വയസ്സാണ്. അവളെ എന്റെ അടുത്ത് പറയും ചില കാര്യങ്ങൾ, അമ്മ മൈൻഡ് ചെയ്യണ്ട, എടുത്ത് കള, അമ്മ എന്തിനാ ഇതൊക്കെ ബോധോടാവുന്നതെന്ന് പറയും. ആരോ ഒറ്റ വാക്കി ഞാൻ എഴുന്നേക്കും. അത് ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓരോ വ്യക്തികൾക്കും. തീർച്ചയായും. അതെ, ഒരുപക്ഷെ ആ സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് പോലും അത്തരത്തിലൊരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ അമ്മയ്ക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത്. തീർച്ചയായും. അർജുൻ, എവിടെയാണ് മാറേണ്ടത്? ആരാണ് മാറി ചിന്തിക്കേണ്ടത്? ഇത്തരത്തിൽ ഇനിയൊരു മാറ്റം ഉണ്ടായില്ല എങ്കിൽ ഇതേപോലെ സാധാരണക്കാരായ വീട്ടമ്മമാർ ഇനിയും ഇരകളായേക്കാം. ഇതൊരു ചെറിയൊരു ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ അത് ഒരു സ്ത്രീയുടെയോ ഒരു വീട്ടമ്മയുടെയോ മാത്രം പ്രശ്നമല്ല. സോഷ്യൽ മീഡിയയെ അല്ല നന്നാക്കേണ്ടത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നന്നാക്കേണ്ടത്. അത് നമുക്ക് സോഷ്യലി ഉള്ള ഒരു കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമാണ്. സോഷ്യലി ഉള്ള ഒരു മാറ്റമാണ് ആക്ച്വലി വേണ്ടത്. സോഷ്യലി ഉള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഗ്രാജുവലി സംഭവിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് ആക്സസ് അങ്ങനെ വന്നു തുടങ്ങിയിട്ട് കുറച്ചു കാലം ആയിട്ടുള്ളൂ. അപ്പൊ ഇതൊരു ഈ പറയുന്ന പോലെ ഗ്രാജുവലി കുറെയൊക്കെ മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മനുഷ്യന്മാരാണ് മാറേണ്ടത്. ഇത് ഉപയോഗിക്കുന്ന ആരാണ്? നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഉപയോഗിക്കുന്നത്. അപ്പോ മനുഷ്യരാണ് മാറേണ്ടത്, സോഷ്യൽ മീഡിയ അല്ല മാറേണ്ടത്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ. എപ്പോഴും നമ്മളൊരു ക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട്സ് ആണ് ക്യൂർ ചെയ്യേണ്ടത്. റൂട്ട്സ് എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ആളുകളിൽ അവബോധം എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പം നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയ വിഷയമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് അതിന്റെ ഫോളോ അപ്പ് നോക്കാറില്ല. എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു തീർത്തിട്ട് ഞാൻ അങ്ങ് പോകും. അപ്പൊ അതിൽ വരുന്ന കമന്റുകൾ എന്നെ കൂടുതലും ബാധിക്കുന്നത്. പലപ്പോഴും നമ്മളിത് ഇരുന്ന് വായിക്കുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം. ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകൾ പറയുന്നത് നിന്നെ പറ്റി ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം കമന്റുകൾ വായിച്ചുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കമന്റുകൾ ഇവരുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകൾ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവുകയും ചെയ്യുകയും ആ രീതിയിലുള്ള സോഷ്യൽ പ്രഷർ ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ 10 കമന്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നും, ശരിയാ, ഈ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ കമന്റിൽ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയാൻ ആൾക്കാരില്ലായിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ പ്രശ്നം. അല്ലാതെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അതിൽ വരുന്ന കമന്റുകളോ അത് നന്നായത് കൊണ്ട് അല്ലെങ്കിൽ അത് റിഫൈൻഡ് ആയതുകൊണ്ട് ഇവിടെ മാറ്റം ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ തോളിൽ കൈയിട്ട് കുഴപ്പമില്ല, ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയാൻ ഇന്നും നമ്മുടെ സമൂഹം പാകപ്പെട്ടിട്ടില്ല. നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് വെച്ചിട്ട് ഇപ്പൊ നമുക്കൊരു പനി വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. നമുക്ക് മെന്റലി ഒരു ഇൽനെസ് വന്നാൽ നമ്മൾ പോവാം. നമുക്കൊരു ഡിപ്രഷൻ വന്നാൽ, അല്ലെങ്കിൽ ഡിപ്രഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ 2000 ഉള്ള കുട്ടികൾ കുറച്ചും കൂടി ഈ പറയുന്ന പോലെ തൊട്ടതിനും പിടിച്ചതിനും ഐ എം നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് കൂടി ഇപ്പോൾ ഉണ്ട്. അതും കൂടി പറയാലോ. ഈ ഡിപ്രഷൻ എന്നൊക്കെയുള്ള ടേംസ് ഒരു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത് മാം അതിൽ എന്താണ് മാമിന് പറയാനുള്ളതെന്ന് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. കാരണം 2000 ജനിച്ചതിന് അല്ല എനിക്ക് ഒരു ചോദ്യം ഉണ്ട് മാമിനോട്. ആക്ച്വലി ഈ 2003, 2004 ജനിച്ച കുട്ടികള് ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികള് എനിക്ക് ഡിപ്രഷനായി. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ടേം ഒക്കെ കുട്ടികൾ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഡിപ്രഷൻ ആക്ച്വലി അത് അവർക്ക് ഡിപ്രഷൻ അല്ല. ആക്ച്വലി അവർക്കൊരു മെന്റലി അവരൊരു ഡൗൺ ആവുമ്പോ അവരതിന് ഡിപ്രഷൻ ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾ മാത്രമല്ല, ഇപ്പം അഡ്വക്കേറ്റ്സ് ഒക്കെ ചിലപ്പോ കേസൊക്കെ റെഫർ ചെയ്യും. അപ്പൊ അവര് ക്ലയന്റ്സിനെ വിടുന്നത് തന്നെ ഞാനൊരു ഡിപ്രഷൻ പേഷ്യന്റിനെയാണ് വിടുന്നത്. കാരണം ആ ഡിപ്രഷൻ പേഷ്യന്റിന്റെ ഹസ്ബൻഡ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ്. അങ്ങനെ ഇവര് ഈ ടേംസ് മൊത്തം നമ്മുടെ പറഞ്ഞിട്ടാ വരുന്നത്. ഡിപ്രഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് വെറുതെ പറയാൻ പറ്റുന്നതല്ല. അതിനകത്ത് ഒരുപാട് ആഴമുണ്ട്. ഡിപ്രഷൻ ഒന്നും
അങ്ങനെ പെട്ടെന്ന് പറയാം. അതുപോലെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ സംഭവം തന്നെ എല്ലാരും ഇങ്ങനെ അതിനകത്തിൽ ഫോക്കസ് ചെയ്യുക. ഇല്ല കാരണം അല്ല, എനിക്ക് തോന്നുന്നത് രണ്ട് തലമാണ്. ഒരു ജനറേഷൻ അപ്പുറത്ത് ഇതിനെപ്പറ്റി അവബോധം ഇല്ലാതിരിക്കുകയും ഈ ഒരു 2003-2004 ജനിച്ചതിന് ശേഷമുള്ള ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിന്റെ അവബോധം കുറച്ച് കൂടുതലുമാണ്. ആക്ച്വലി കുറച്ച് അല്ല കേട്ടോ, ആക്ച്വലി ഇപ്പോഴത്തെ കുട്ടികളല്ല, ആക്ച്വലി ഈ 40s ഉള്ളവരാണ് ഇത് കൂടുതലും ഡിപ്രഷൻ എന്നുള്ള. എനിക്ക് ഡിപ്രഷൻ ആണ് എന്ന് പറയുന്നത് 40s അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇതൊക്കെ ഇപ്പം ഈ പോസ്റ്റുകൾ വരും തോറും അവര് ഒന്ന് നോക്കിയിട്ട് ഇത് എനിക്ക് ഡിപ്രഷൻ ആണ്, അതിനെ കുറിച്ച് പിന്നെ ഞാനിങ്ങനെ ഡിപ്രഷനിലൂടെ കടന്നു ഇത് പറയുന്നത് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ടല്ലേ. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തില് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇതിനെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാണാൻ പറ്റും, അറിയാമെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരതിനെ പറ്റി ബോധമില്ല. ഇപ്പൊ നിങ്ങൾ തീർച്ചയായും എന്തായാലും മാറ്റങ്ങൾ അത് അനിവാര്യമാണ്. അത് ഏത് മേഖലയിലായാലും എന്തായാലും ക്രൂര സാധ്യതകളിലേക്ക് വളരുന്ന സൈബർ സംസ്കാരത്തിന്റെ മാത്രമല്ല, കളഞ്ഞു പോകുന്ന മാനുഷികതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ മുന്നിൽ. സമീപകാലത്തുണ്ടായ ഈ പല ദുരന്തങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ ബന്ധപ്പെട്ട നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുക തന്നെ വേണം. ഈ സംഭവം ഇത് തന്നെയാണ് സമീപ സംഭവങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത രണ്ട് അതിഥികൾക്കും നന്ദി. സമയക്കുറവ് മൂലം നിർത്തുകയാണ്. നമസ്കാരം. Amrit Veni